വീഡിയോക്ക് മുകളിൽ എഴുതിയിട്ടുള്ള ക്യാപ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. തന്നിലും തന്റെ ആദർശങ്ങളിലും വിശ്വാസമർപ്പിച്ച ഒരു സ്ത്രീ ജിന്നിനെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വിവാഹം ചെയ്തത്. ഇതിലുണ്ടായ സന്തതികളെയാണ് ഷൈത്വാൻമാർ എന്ന് വിളിക്കുന്നത്. വ്യത്യസ്തമായ ആകൃതിയിലും രൂപങ്ങളിലുമാണ് അവരിൽ അധിക പേരും. വൃത്തികെട്ട രൂപം പ്രാപിച്ച അവരെ പട്ടണങ്ങളിലും മരുഭൂമികളിലുമുള്ള കോളനികളിലും പർവ്വതങ്ങളിലും ദ്വീപുകളിലും സമുദ്രോപരിതലത്തും താമസിക്കുന്നവരാണ്. ഇബ്ലീസിന് പടുകൂറ്റൻ സാമ്രാജ്യമുണ്ട്. മന്ത്രിമാരും ഭരണകൂടവും വലിയ ഓഫീസുകളും സീനിയർ ഉദ്യോഗസ്ഥരും എല്ലാം അവനുണ്ട്. അതിൽ 5 പേരെ നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതാണ്. അതിൽ ഒരാളുടെ പേരാണ് സബർ. പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെട്ടവനെ അവൻ സമീപിക്കുന്നു. മക്കളോ ബന്ധുക്കളോ മരണപ്പെട്ടാൽ അടുത്തുവന്ന് നിരാശയോടെ കൈക്കൊണ്ട് മുഖത്തടിക്കാനും അള്ളാഹുവിന്റെ വിധിക്കെതിരിൽ പ്രതികരിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ് അവന്റെ ജോലി. അവനിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഇങ്ങനെ പറയുക: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി സബരിർ റജീം വജുന്ദിഹി വഅബ്നാഇഹി. ആട്ടിയാകപ്പെട്ട സബറി എന്ന പിശാച്ചിൽ നിന്നും അവന്റെ സൈന്യത്തിൽ നിന്നും അവന്റെ സന്തതികളിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ പിശാച്ചിന്റെ പേരാണ് ദാസിം. ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റുകയും അവർക്കിടയിൽ വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കി അങ്ങനെ അവസാനം ത്വലാഖിൽ കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യുകയാണ് അവന്റെ ജോലി. അവനാണ് പിശാച്ചിന് ഏറ്റവും പ്രിയപ്പെട്ട സന്തതി. അവനിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ രക്ഷ നേടിക്കൊള്ളുക. നേരത്തെ പറഞ്ഞ ദിക്റിൽ നിന്നും സബറി എന്ന പിശാച്ചിന്റെ പേര് മാറ്റി ഈ ഒരു പിശാച്ചിന്റെ പേര് വെച്ചാൽ മതി. മൂന്നാമത്തെ പിശാച്ചിന്റെ പേരാണ് അഗ്വർ. വ്യഭിചാരത്തിന് വേശ്യകൾക്കും അഭിചാരികകൾക്കും പ്രോത്സാഹനം നൽകുന്നു. അവരുടെ പ്രവൃത്തി ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുക്കുകയും അവരെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ പിശാച്ചിന്റെ പേരാണ് മസ്വത്ത്. കളവും നുണയും മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ് അവന്റെ ജോലി. അഞ്ചാമത്തെ പിശാച്ചിന്റെ പേരാണ് സൽനബൂർ. ചന്തകളിലും അങ്ങാടികളിലും എല്ലാവിധ കുഴപ്പങ്ങളും വഴക്കും വക്കാണവും മറ്റ് അത്തരത്തിലുള്ള തിന്മകളും ഉണ്ടാക്കാനുള്ള മേൽനോട്ടമാണ് അവനും അവന്റെ സന്തതികളും ഏറ്റെടുത്തിരിക്കുന്നത്. ഈ 5 പിശാചുക്കളും ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. കാരണം ഒരു ജിന്നിന്റെ അല്ലെങ്കിൽ പിശാച്ചിന്റെ ആയുസ് എന്ന് പറയുന്നത് 3000-ഓ 4000-ഓ 6000-ഓ ഒക്കെ വർഷങ്ങൾ വരെയാണ്. അവരിൽ ചുരുക്കം പേർ 7000-ഓ അല്ലെങ്കിൽ 10000-ഓ വർഷങ്ങൾ ജീവിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുമ്പ് വരെ അവരിൽ പലരും ആകാശത്തിൽ വരെ കയറിപ്പോകാറുണ്ടായിരുന്നു. ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മലക്കുകൾ ആകാശത്ത് വെച്ച് സംസാരിക്കുന്നത് പിശാചുകൾ കട്ട് കേൾക്കാറുണ്ടായിരുന്നു. അത് 100 കണക്കിന് നുണകൾ ചേർത്ത് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഭൂമിയിലെ 28% കരയിൽ 1/4 മാത്രമേ മനുഷ്യർ താമസിക്കുന്നുള്ളൂ. എന്നാൽ സമുദ്രത്തിന്റെയും പുഴകളുടെയും ഉപരിഭാഗം, അടിത്തട്ടുകൾ, വിശാലമായ മരുഭൂമികൾ, വിജനമായ സ്ഥലങ്ങൾ, ഉയർന്നതും അല്ലാത്തതുമായ പർവ്വതങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ ഇവ ജിന്നുകളുടെ വാസകേന്ദ്രങ്ങളാണ്. അവ കൂടാതെ നമ്മുടെ വാസസ്ഥലങ്ങൾ, വീടുകൾ, മുറികൾ, ഓടകൾ, കക്കൂസുകൾ, വിസർജ്യ സ്ഥലങ്ങൾ ഇവ പിശാചുക്കളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. പിശാചുക്കൾ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന വൃത്തികെട്ട സ്ഥലങ്ങളിലാണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ദുർഗന്ധവും വൃത്തികേടും അവരെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ അടുത്തുള്ള വിസർജന സ്ഥലങ്ങളിലേക്ക് അവർ ഓടിപ്പോകുന്നു. ബാങ്ക് കേൾക്കാതിരിക്കാൻ കൈകൊണ്ട് ചെവികൾ പൊത്തിപ്പിടിക്കുകയും വസ്ത്രം കൊണ്ട് മൂടുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ഓടകളിലേക്കും മറ്റും ചാടിപ്പോകുന്നു. അതുകൊണ്ട് വുളൂ ചെയ്യാനും മറ്റും കുളിമുറിയിലേക്കോ ബാത്റൂമിലേക്കോ ഒക്കെ കയറുമ്പോൾ പിശാച്ചിനെ തൊട്ട് കാവലിനെ തേടുന്ന ദിക്ർ നമ്മൾ ചൊല്ലേണ്ടതാണ്. കൂടാതെ വിസർജ്യ സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ ഇടത് കാൽ വെച്ച് കയറാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ബിസ്മി ചൊല്ലാതെയും പിശാച്ചിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടാതെയും മാലിന്യങ്ങളോ മറ്റോ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയാനും പാടില്ല. നമ്മളിൽ പല പേരും തിളച്ച വെള്ളമൊക്കെ ഒന്നും ചൊല്ലാതെ പുറത്തേക്ക് ഒറ്റ ഒഴിക്കലാണ്. ഈ വെള്ളം കാരണമായി പിശാച്ച് കൊല്ലപ്പെടാൻ ഇടയായെങ്കിൽ അവന്റെ ആളുകൾ ആ വീട്ടുകാരോട്, പ്രത്യേകിച്ച് ആ ഒഴിച്ചയാളോട് പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചേക്കും. അവനിലേക്ക് അല്ലെങ്കിൽ അവളിലേക്ക് കൂടാൻ സാധിച്ചെങ്കിൽ അതും അവർ ചെയ്യും. നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ സഹവസിക്കുന്ന സ്ഥലത്ത് ഫോട്ടോകൾ, പ്രതിമകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ സുഗന്ധത്തിന്റെ ഗന്ധം പിടിക്കുന്നത് പോലെ പിശാചുക്കൾ ഇത്തരം ഫോട്ടോകളുടെ അല്ലെങ്കിൽ പ്രതിമകളുടെ ഗന്ധം പിടിച്ചെടുക്കുമെന്ന് ാണ് പറയുന്നത്. വളരെ അകലെ നിന്ന് തന്നെ കണ്ണുകൾ കൊണ്ട് പിശാചുകൾക്ക് അത് ദർശിക്കാനും സാധിക്കും. തനിക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ഒരാൾ സ്വീകരിക്കുന്നത് പോലെ പിശാചുക്കൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാൽ കുട്ടികളുടെ കളിപ്പാവകൾ പിശാചുക്കളെ ആകർഷിക്കുകയില്ല. ഇബ്ലീസിന്റെ സൈന്യം എല്ലാ സ്ഥലത്തും വ്യാപിച്ചിട്ടുണ്ട്. തെരുവുകളിൽ അലങ്കാരം പ്രദർശിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളെ അവർ കാഴ്ചക്കാർക്ക് ഭംഗിയാക്കി കൊടുക്കും. അവരിലേക്ക് ആകൃഷ്ടരാക്കി പാപങ്ങളിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്നു. സന്ധ്യാവേളകളിലാണ് പിശാചുകൾ അധികവും കർമ്മനിരതരാകുന്നത്. കുട്ടികളെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കും.
കളിക്കാൻ ഉയർന്ന സ്ഥലങ്ങൾ അവർക്ക് ആകർഷകമാക്കി കൊടുക്കുന്നു. അവിടെ വെച്ച് കളിക്കുമ്പോൾ വീണ് പരിക്കേൽക്കുവാനോ മരണപ്പെടാനോ വേണ്ടിയാണിത്. 2 കുട്ടികളിൽ ഒരാൾക്ക് മുറിവേൽക്കുവാൻ ഇടയാകുമ്പോൾ അവരുടെ വീട്ടുകാർക്കിടയിൽ വഴക്കും വക്കാണവും ഉടലെടുക്കുന്നു. ഈ അവസരം മുതലെടുത്ത് അവർക്കിടയിൽ പിശാച് കോപം ആളിക്കത്തിക്കുകയും അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അവരെ വലിച്ചിഴക്കുകയും ചെയ്യുന്നു. മനുഷ്യർ വലിയ വിവേകശാലികളാണ്. എങ്കിലും കോപം വന്നാൽ അവന്റെ വിവേകം വികാരത്തിന് വഴിമാറിക്കൊടുക്കും. അവന്റെ സ്വബോധം നശിക്കും. പിശാചിന് ഇത് നന്നായിട്ടറിയാം. ഇവിടെ 10 100 പിശാചുകൾ ഒന്നു ചേർന്ന് മനുഷ്യനെ അവരുടെ വലയിൽ വീഴ്ത്തുന്നു. വേശ്യകളുടെ ഗുഹ്യഭാഗത്തും ഗർഭാശയത്തിലും താമസിക്കുന്ന പിശാചുക്കളുണ്ട്. അവരുടെ അടുത്തേക്ക് മ്ലേച്ഛവൃത്തിക്ക് പോകുന്നവർക്ക് വീണ്ടും അവരെ സമീപിക്കാൻ ഉതകുന്ന വിധം അവർക്കത് പിശാചുക്കൾ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. പിശാചുക്കൾക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഇബിലീസിന്റെ അടുത്തേക്ക് കൈകൊണ്ട് തടവിക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഇബിലീസിന്റെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണത്രേ അങ്ങനെ ചെയ്യുന്നത്. ഇബിലീസിന് 4 മുതൽ 6 സെന്റിമീറ്റർ വരെ വരുന്ന ചെറിയൊരു വാലുണ്ട്. പിശാചുക്കൾക്ക് മാത്രമാണ് വാലുള്ളത്. തന്റെ ശരീരം 10 മീറ്ററിലധികമാക്കി മാറ്റുവാനും പിശാചിന് കഴിയുന്നതാണ്. പടുകൂറ്റൻ കൊട്ടാരമാണ് ഇബിലീസിനുള്ളത്. കാവൽക്കാരും ഭൃത്യന്മാരുമായി 10,000-കണക്കിന് പരിചാരകർ അവനുണ്ട്. മറ്റു സ്ഥലങ്ങളിലും അവന് കൊട്ടാരമുണ്ട്. അവന്റെ മൂത്ത മകൾക്ക് അവന്റേതുപോലെ വലിയൊരു കൊട്ടാരമുണ്ട്. തന്റെ കൊട്ടാരത്തിൽ ഇബിലീസിന് ഒരു പീഠമുണ്ട്. അത് ഇബിലീസിന്റെ സിംഹാസനമാണ്. സമുദ്രത്തിലുള്ള കൊട്ടാരത്തിലാണ് ഇബിലീസിന്റെ സിംഹാസനമുള്ളത്. അവന്റെ മൂത്ത മകൾക്കുള്ളതുപോലെ മറ്റു മക്കൾക്കും അമീറുമാർക്കും കൂറ്റൻ കൊട്ടാരങ്ങളുണ്ട്. മനുഷ്യർക്ക് നേരെ കുഴപ്പങ്ങളും ഗൂഢപ്രയോഗങ്ങളും നടത്തുന്നത് അവിടെ വെച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ ഇബിലീസിന്റെ കൊട്ടാരമുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ബർമുഡ ട്രയാങ്കിളിലാണ്. ഇബിലീസിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും ബർമുഡ ട്രയാങ്കിൾ വഴി കടന്നു പോകാൻ സാധ്യമല്ല. ഇബിലീസിന്റെ സമ്മതമില്ലാതെ ആ അതിർത്തികളിലേക്ക് പ്രവേശിക്കാൻ ധൈര്യം കാണിച്ചാൽ അവരുടെ നാശം ഉറപ്പായത് തന്നെ. എന്നാൽ ചില ആളുകൾക്ക് ചില സമയത്ത് ഇബിലീസ് അതുവഴി കടന്നു പോകാൻ സമ്മതം കൊടുക്കാറുണ്ട്. ചില ആളുകൾ അവനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇങ്ങനെ പറയും: ഈ സമുദ്രത്തിന്റെ യജമാനനിൽ ആപത്തിൽ നിന്നും ഞങ്ങൾ ശരണം തേടുന്നു. വിമാനമോ കപ്പലോ അതിലുള്ളവരെയൊക്കെ അടക്കം തട്ടിക്കൊണ്ടുപോകുവാനും പിശാചുക്കൾക്ക് സാധിക്കുന്നതാണ്. മനുഷ്യന്റെ നാശത്തിൽ സന്തോഷമടയുന്ന ഇബിലീസിന്റെ പ്രീതിക്കു വേണ്ടി ബലിയർപ്പിക്കപ്പെടാൻ അവരെ കാഴ്ചവെക്കുകയും ചെയ്യും. ഈ തട്ടിക്കൊണ്ടുപോക്കും ബലിയർപ്പണവും പൈശാചികമായ ഉത്സവ ദിവസങ്ങളിലായിരിക്കും. ബർമുഡ ട്രയാങ്കിൾ വഴി കടന്നു പോകുന്ന വിമാനത്തിലോ കപ്പലിലോ പിശാചുമായി കരാർ ചെയ്ത ഒരു സാഹിർ ഉണ്ടെങ്കിലും അതുവഴി കടന്നു പോകാം. അതുപോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട് ആ മേഖലയിൽ കൂടി കടന്നു പോകാം. അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മുസ്ലിമിനെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഭൂമിയിൽ കാന്തിക പ്രഭാവം കൂടുതലുള്ള സ്ഥലമാണ് ബർമുഡ ട്രയാങ്കിൾ. മനുഷ്യർക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ദൃശ്യമാകാത്ത പിശാചുക്കളുടെ ഒരു സാമ്രാജ്യമാണ് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മനുഷ്യരെക്കാൾ പുരോഗമിച്ച വലിയൊരു സാമ്രാജ്യം. ബർമുഡയിലെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ അമേരിക്കയുടെ സ്പേസ് ആൻഡ് ഓവർസീസ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഒരു ഉപഗ്രഹം അയച്ചിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ബർമുഡ മേഖലയുടെ മുകളിൽ കൂടി ആ ഉപഗ്രഹം കടന്നു വരുമ്പോൾ ചിത്രങ്ങളും സന്ദേശങ്ങളും മുറിഞ്ഞു പോവുകയാണ് ചെയ്തിരുന്നത്. ബർമുഡ ട്രയാങ്കിളിനേക്കാളും ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച മറ്റൊരു ട്രയാങ്കിളാണ് ഫോർമോസ ട്രയാങ്കിൾ. പിശാചിന്റെ ഗർത്തം എന്ന പേരിലാണ് ആ ട്രയാങ്കിൾ അറിയപ്പെടുന്നത്. ചൂടുള്ള ജലപ്രവാഹം തണുത്ത ജലപ്രവാഹവുമായി ചേരുന്ന ഒരു മേഖലയാണതെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ചെകുത്താൻ സമുദ്രം അഥവാ ബഹറു ഷെയ്ത്വാൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ശാന്ത സമുദ്രത്തിലാണ് ഈ ഗർത്തമുള്ളത്. പല വിമാനങ്ങളും കപ്പലുകളും ആ ഒരു സ്ഥലത്ത് വെച്ച് അപ്രത്യക്ഷമായിട്ടുണ്ട്. ജപ്പാൻ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ആ ഒരു പ്രദേശത്തെ അപകട മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1955 ജപ്പാനീസ് ഗവൺമെന്റ് കായുമാറോ എന്ന കപ്പലിൽ ഒരു വിദഗ്ധ സംഘത്തെ ഇതിനെക്കുറിച്ച് പഠിക്കുവാനും അന്വേഷിക്കുവാനും നിയോഗിച്ചു. എന്നാൽ ഒരടയാളവും ബാക്കി വെക്കാതെ കായുമാറോ അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത്. ഇബിലീസിന്റെയും അവന്റെ സാമ്രാജ്യത്തിന്റെയും മേൽനോട്ടത്തിന് ചുമതലപ്പെടുത്തപ്പെട്ട അമീറന്മാരുടെ കൊട്ടാരങ്ങളാണ് ഫോർമോസ ട്രയാങ്കിളിലുള്ളത്. ചൂടും തണുപ്പും തമ്മിൽ ചേരുന്ന സമുദ്രങ്ങളിലെ പ്രദേശങ്ങളിലാണ് ഈ പിശാചുക്കളുടെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഉള്ളതെന്ന് പറയാം. തണലിനും വെയിലിനുമിടയിൽ ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. തണലിനും വെയിലിനുമിടയിൽ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തണുപ്പും ചൂടുമുള്ള സ്ഥലം. അവിടെ പിശാചിന്റെ ഇരിപ്പിടമാണ് എന്നാണ് ഇതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വൈരുദ്ധ്യങ്ങൾ ചേരുന്ന ഇടങ്ങളാണ് യഥാർത്ഥത്തിൽ പിശാചുക്കൾ ഇഷ്ടപ്പെടുന്നത്. അവന്റെ പകുതി തണലത്തും പകുതി വെയിലത്തും, അതായത്
അതായത് പകുതി തണുപ്പത്തും പകുതി ചൂടിലും ആക്കി ഇരിക്കാനാണ് പിശാച്ചിന് കൂടുതൽ അഭികാമ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ പിശാചുക്കൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ എല്ലാ ജിന്നുകളും ഇങ്ങനെ ഇരിക്കുന്നില്ല, പിശാചുക്കൾ മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ജിന്നുമായി ഒരു അഭിമുഖം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വിവരണങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.